ഇന്ന് ജോണി വാക്കിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടും അങ്ങനെ കമ്പോസ് ചെയ്തതാണ്. SP വെങ്കടേഷ് ഒരു ദിവസം കൊണ്ട് 4-5 പാട്ടുകൾ കമ്പോസ് ചെയ്യാം. അതിലൊന്നാണ് ശാന്തവിരാത്രിയായി മാറിയ ആറ്റവും. 2024 ലണ്ടൻ ബ്രിഡ്ജിന്റെ സമീപത്ത് നടക്കുന്ന അവരുടെ അങ്ങനെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഇവിടെ 1970 ഒരു പ്രണയകാലമാണ് മൂന്നാറിലെ തൂക്കുപാലം. ജയരാജ് സാറെ പറ്റി പറയുകയാണെങ്കിൽ ആള് വേണമെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡിൽ ഒരാൾ നടന്നു പോവാണെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ആളെ വരെ അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ജയരാജ് സാറിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഗൂഗിൾ അറിയാതെ അങ്ങനെ ഗൂഗിളിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. എൻ്റെ ഒരു മെത്തേഡ് അതാണ്. ബ്ലസ് പക്ഷേ കുറെ കാലം ഇങ്ങനെ പട്ടിനെയൊക്കെ ഇട്ട് മര്യാദ പഠിപ്പിച്ചിട്ട് യാസി മെലഡി പാടിയത് ശരിയാവുമെന്നൊക്കെ സംശയിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അത്ഭുതമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാം ഈ ശബ്ദം യുണീക്കാണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ. യാസി കാർത്തിക്കിനെ കൊണ്ട് പഠിക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയി. അല്ലല്ല ഈ പാട്ട് പാടിക്കാൻ മദ്രാസിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലപ്പുഴ ഷൂട്ട് ചെയ്യാം ഈ പാട്ട്. യാസി തിരിച്ചു വന്നു. യാസി സാറേ ഞാൻ തന്നെ മതിയോ എന്നുള്ള സംശയത്തിലാണ് യാസി. ഞാൻ പറഞ്ഞു യാസി പാടുന്നത് മാത്രം പോരാ, അവസാനം ഒരു പ്രാവശ്യം കൂടെ ഈ പാട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു സ്കിറ്റ് ഇറങ്ങിയിട്ടുണ്ട് ലജ്ജാവതിയിലെ വള്ളം എന്ന് പറഞ്ഞ്, ലജ്ജാവതിയുടെ വള്ളം ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ട് ആ വള്ളം കംപ്ലൈന്റ് പറയുന്നതായിട്ട്. Every time I like to see my girl. ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ പാട്ട് കേൾക്കുമ്പോൾ അത് എന്ത് ടൈപ്പ് സിനിമയായിരിക്കുമെന്ന് ഗസ് ചെയ്യാൻ നമ്മളൊരു ശ്രമം നടത്തുമല്ലോ. ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റിനെ പോരുതെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഈ ഡയറക്ടറുടെ ഫിൽമോഗ്രഫി അങ്ങനെയാണ്. തിളക്കം, ജോണി വാക്കർ, ശാന്തം, കരുണം, ഫോർ ദ പീപ്പിൾ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഗസ് ചെയ്യുക ഇനി വരുന്ന സിനിമ എങ്ങനെയാണെന്ന്. ശാന്തമി രാത്രിയിൽ സിനിമയുടെ പ്രൊമോഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആൻഡ് വി ഹാവ് ദി വെർസറ്റൈൽ ഡയറക്ടർ ജയരാജ് സർ, ജാസി ചേട്ടൻ ആൻഡ് ദി നായകൻ ഗോകുൽ. അപ്പം 3 പേർക്കും വെൽക്കം ടു നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഈ പറഞ്ഞതുപോലെ ഞാനിത് ഗസ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല. അതിന്റെ കാരണം ഇതാണ്, സാറിന്റെ ഫിൽമോഗ്രഫി നോക്കുമ്പോൾ ഇതിൽ ഏത് ടൈപ്പ് സിനിമയായിരിക്കും ഇനി അടുത്തത് വരാമെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സാർ എന്നെ പറയൂ, ശാന്തമി രാത്രിയിൽ ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ്? ആ പേരൊരു ജോണി വാക്കറിലെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പൊ വീണ്ടും ഹിറ്റായി അല്ലേ? അപ്പം അത് അങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ പേരിട്ടെന്നുള്ളതായിരിക്കും ഫസ്റ്റ് ചോദ്യം. അപ്പം അതിൽ ആ പേര് ശാന്തമി രാത്രിയിൽ നമുക്ക് ആദ്യം അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ ശാന്തമായ ഒരു രാത്രിയിൽ, അത് ഏറ്റവും ശാന്തസുന്ദരമായ രാത്രി എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് രാത്രിയാണ്. നമുക്ക് പാതിരാത്രി ഒരു തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രകൃതിയും മനുഷ്യനെല്ലാം കാത്തിരിക്കുന്ന ഒരു മൊമെൻറ്റ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന 2 പേരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നു. മൂന്നാറിലെ തൂക്കുപാലത്തിൻ്റെ അരികിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന 2 കുട്ടികൾ 1970s അവർ ഒളിച്ചോടി പോകാൻ പ്ലാൻ ചെയ്ത ഒരു രാത്രി. അതാണ് കഥയുടെ പ്രധാന സന്ദർഭം. അപ്പം അതാണ് സിനിമയുടെ ഒരു കൺക്ലൂഷനിലും വരുന്നത്. ആ രാത്രിയാണ് തുടക്കത്തിലും അവസാനവും വരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രാധാന്യമുണ്ട് ആ പേരിന്. എനിക്ക് തോന്നുന്നു പല പേരുകൾ ആലോചിച്ചിട്ട് ഇതിലേക്ക് വന്നെത്തുകയായിരുന്നു. കാരണം ഇത്രയും ആപ്റ്റായിട്ടുള്ള പേര് ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഭാഗ്യവശാൽ നമ്മുടെ തന്നെ പാട്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടുമെന്ന് വിചാരിച്ചു. ശാന്തമി രാത്രിയിൽ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് സാറ് പറഞ്ഞ പോലെ നമുക്ക് പാട്ടാണ് ഓർമ്മ വരിക. കാരണം നമ്മളത് എത്ര കൊല്ലമായിട്ട് പാടിക്കൊണ്ട് ഇപ്പോഴും ഹിറ്റാണ്. ആ പാട്ടിനും ഇതുപോലെ അന്ന് ഗിരീഷ് പുത്തഞ്ചേരി സാറ് എന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഉണ്ടായ പാട്ടാണ്. ആ പാട്ടിന്റെ സ്റ്റോറി ഒന്ന് പറയോ? അത് ഒരുപാട് സമയം എടുക്കും. അത് കുഴപ്പമില്ല, പറഞ്ഞോ. അത് ഭാഗ്യം, എല്ലാം ഭാഗ്യം. ജാസിയെ കിട്ടിയത് ഭാഗ്യം, ഗോകുൽ നമ്മളിവിടെ വന്നു ചേർന്നു, അങ്ങനെ ഗിരീഷും നമ്മളിവിടെ വന്നു. ഈ പാട്ട് സിറ്റുവേഷൻ പറയാൻ കാര്യം, SP വെങ്കടേഷ് ഒരു ദിവസം കൊണ്ട് 4-5 പാട്ടുകൾ കമ്പോസ് ചെയ്യാം. രാവിലെ തുടങ്ങുന്നു, ഒരു 9-10 മണിക്ക് തുടങ്ങി 1 by 1 ആയിട്ട് ഇങ്ങനെ വൈകുന്നേരം ഒരു 7 മണി ആയപ്പോഴേക്കും എല്ലാ ട്യൂണും തീർന്നു. ഇന്ന് ജോണി വാക്കിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടും അങ്ങനെ കമ്പോസ് ചെയ്തതാണ്. അതിലൊന്നാണ് ശാന്തവിരാത്രിയായി മാറിയ ആ ട്യൂൺ. അപ്പോൾ ഗിരീഷിനോട് ആദ്യം എഴുതാൻ പറഞ്ഞു. ഗിരീഷ് ഈ ട്യൂണെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗിരീഷിന് ആദ്യത്തെ സിനിമ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി ആ റെക്കോർഡിങ് നടക്കുന്ന സ്ഥലത്തെ സ്റ്റുഡിയോയുടെ ആ ഗാർഡനിലേക്ക് വിട്ടു. എന്തെങ്കിലും ഒരു വരി എഴുതിയിട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ ഇവിടെ കമ്പോസിങ് നടക്കുന്നു, ട്യൂണിങ് അവിടെ റെക്കോർഡിങ് നടക്കുന്നു. എഴുതിക്കൊണ്ട് വന്ന ആദ്യ ലൈനായിരുന്നു ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, പോയി ബാക്കി എഴുതാം. വിതിൻ നോ ടൈം ബാക്കിയെല്ലാം പെട്ടെന്ന് എഴുതി. പക്ഷെ ആദ്യത്തെ ആ ഒരു ലൈൻ അതിൻ്റെ ഒരു മേ ബി പരിഭ്രമമായിരിക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ഫ്ലോ ആയിരുന്നു. പിന്നെ മലയാള സിനിമയിലെ കുറേ അധികം ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അപ്പോൾ തുടക്കം അങ്ങനെയായിരുന്നു. അതുകൊണ്ടൊക്കെ ശാന്തമീ രാത്രിയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. വളരെ സ്പെഷ്യലാണ്. ഇപ്പം ജോണി വോക്കറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ജോണി വോക്കർ 2 വരും, ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ തന്നെ. പക്ഷെ ഇതുവരെ വന്നില്ല, ഒന്നും കിട്ടിയില്ല. ഞാനും വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് ആണോ? അതെന്താ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ട് അത് എന്തുകൊണ്ടാണ് നടക്കാത്ത? കാരണം അതിനകത്ത് ആരാ വേണ്ട, 2 പേര്. മമ്മൂക്ക. അപ്പൊ അതെല്ലാം ഒത്തു വരണം. അപ്പൊ ഇവര് രണ്ടുപേരും മമ്മൂക്കയും ഡിക്കും ഒക്കെ പറഞ്ഞാൽ സെറ്റാണ്. സെറ്റാണ്. കാരണം അതല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെ, സത്യം. അതുകൊണ്ട് സത്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജയരാജ് എന്ന ഡയറക്ടറിനെ പറയുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഇന്റർവ്യൂവിന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഞാൻ മഞ്ജുചേച്ചിയോടും പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഉറപ്പായിട്ടും വേണം. അതൊരു താങ്ക്സ് പറയാനാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാനൊരു വലിയ ലിസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് ഭയങ്കര ഒറ്റയടിക്ക് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറയുന്ന പോലെ ഒരുപാട് പുറകിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പാട്ടുകളാണ് ഫോർ ദ പീപ്പിളിലെ എല്ലാ പാട്ടുകളും. ഞാൻ അതിൻ്റെ അകത്ത് ഒരു തരുമ്പ് പോലും എക്സാജറേഷൻ ഇട്ടിട്ടില്ല. പക്ഷെ അത്രയും എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള പാട്ടുകളാണ്. ആ പാട്ട് തന്നതിന്, ആ സിനിമ തന്നതിനുള്ള താങ്ക്സ് ആണ്. അപ്പം അത് നന്ദി ഒരുപാട് പേരുടെ പേരിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കണം. എന്താണ് നിങ്ങളുടെ കോംബോ ഇത്ര പിന്നെയും വരാൻ ഇത്ര വൈകിയത്? അതും ഈ എപ്പിക് കോംബോ എന്നൊക്കെ പറയുന്നത് പോലെ. സാറ് നേരത്തെ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, ഒരു വേറെ സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ബേസിക് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് കുറച്ച് ടൈം വന്ന് എത്താൻ. പക്ഷെ ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു സാറിൻ്റെ അന്ന് ചെയ്ത കുറേ പാട്ടുകൾ വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോംസ് വഴി വീണ്ടും ഹിറ്റായി തുടങ്ങി. അത് അഴകല്ല, തെമ്മാടിക്കാട്ട്, നില്ല ഇങ്ങനത്തെ സോങ്സ് ഒക്കെ വീണ്ടും റിപ്പീറ്റായിട്ട് വന്നു തുടങ്ങി എന്നുള്ളത് സാറും ഞാനുമായിട്ടുള്ളൊരു കണക്ഷൻ വീണ്ടും മുറിയാതെ അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലേക്ക് വരുന്നത്. ഇതിലിപ്പം ഒരു ജാസി ഗിഫ്റ്റ് മ്യൂസിക്കൽ എന്നാണ് പറയുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ റൊമാൻസ് ഒക്കെ ഉള്ള സിനിമയാണല്ലോ, പാട്ടുകൾ ഒരുപാട് കാണണല്ലോ ഇല്ലേ? എത്ര പാട്ടുകളുണ്ട് ഇതിൽ? ടോട്ടൽ 7 സോങ്സ് ആണുള്ളത്. 4ഓളം മെലഡി സോങ്സ് ഉണ്ട്. പിന്നെ 3 നമുക്കറിയാലോ അറ്റ് പ്രസൻറ്റ് സിനാരിയോയിലുള്ള സോങ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ടൈം പീരീഡ്, ഒരു കാലഘട്ടത്തെ വെച്ചിട്ടുള്ള ഒരു ഡെഫിനേഷനിലേക്കുള്ള 4 പാട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഇപ്പോഴത്തെ സംഭവങ്ങൾ രീതിയിലുള്ള പാട്ടുകളുണ്ട്. ഓക്കെ, ഇപ്പം 2024 ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സമീപത്ത് നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാം ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിലുള്ള അവരുടെ അങ്ങനെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്രിഡ്ജ് നമ്മളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇവിടെ 1970 ഒരു പ്രണയകാലമാണ് മൂന്നാറിലെ തൂക്കുപാലം. 2 തൂക്കുപാലങ്ങളാണ്, ലണ്ടൻ ബ്രിഡ്ജും ഇതും 2 കാലമാണ്. അപ്പോൾ 2 കാലത്തുള്ള 2 തരത്തിലുള്ള റൊമാൻറ്റിക് അപ്രോച്ച്, അതിനെ നമ്മൾ കണക്ട് ചെയ്യണം ഇപ്പം. അത് പാട്ടുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ജാസിക്ക് ഇത്രയും പ്രാധാന്യം ഉള്ളത്. കാരണം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള, കാരണം ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ഫാസ്റ്റ് നമ്പേഴ്സിനോട് കോമ്പറ്റ് ചെയ്യേണ്ട ടൈപ്പ് പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, 70s എക്സ്പ്രഷൻ ഉള്ളത്, റൊമാൻറ്റിക്. ഈ 2നെയും കണക്ട് ചെയ്യുന്നത് പാട്ടുകളാണ് ആക്ച്വലി, അല്ല? ഈ 2 കാലഘട്ടം, ഈ 2ലെയും കണക്ഷനിൽ പുതിയ ലുക്കാണോ ഈ ലുക്ക്? അല്ല, പുതിയ കാലഘട്ടത്തിൽ ഞാനില്ല. ഇല്ല, വേറെ ആൾക്കാരാണ്, കംപ്ലീറ്റ്ലി വേറെ ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗൂഗിളിന്റെ ലൈഫിലെ ഏറ്റവും ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഭയങ്കര പ്രഷ്യസ് മൊമെന്റ് എന്ന് പറയുന്നത് 2024 കേരള സ്റ്റേറ്റ് അവാർഡ്സിൽ പ്രത്യേക ജൂറി പരാമർശം, അഭിനയം KR ഗൂഗിൾ, ചിത്രം ആടുജീവിതം. ഇത് കാണുമ്പോൾ വി കുഡ് ഫീൽ ഇറ്റ്. വാട്ട് വാസ് യുവർ ഫീൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ആ അവാർഡ് വാങ്ങി ഞാൻ അതേപോലെ തിരിച്ച് വന്നിട്ട് ആ സീറ്റിലിരിക്കുമ്പോൾ ഒരു അമ്മ ആദ്യമായിട്ട് കുട്ടീനെ കിട്ടൂലേ, അതായത് പ്രസവിച്ച ഉടനെ കുട്ടിയെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, മേ ബി അതായിരിക്കും ഞാൻ അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത്. ആ വാങ്ങി നോക്കിയപ്പോൾ ഒരു ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് എന്തൊക്കെയോ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ ഇമോഷൻസ് ഇങ്ങനെ ആ ഒരു എന്തോ, അപ്പോൾ ഒരു ഡീപ്പ് ദീർഘവിശ്വാസം എന്നൊക്കെ പറയില്ലേ,
അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. നമ്മൾ ആടുജീവിതം വായിക്കുമ്പോൾ ആടുജീവിതത്തിൽ ആക്ച്വലി നജീബിനേക്കാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് ഹക്കീമാണ് എന്നുള്ളത് ബുക്കിൽ പറയുന്നുണ്ട്. സിനിമയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ ശരിക്കും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ കേസ് പറയുമ്പോൾ പൃഥ്വിരാജ് എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ അത്രയും തന്നെ ഹക്കീമിന്റെ ക്യാരക്ടറിന് വേണ്ടി ഗോകുലം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പൃഥ്വിരാജ് ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതൊന്നും കണ്ടിട്ട് ഇത് ഞാൻ ഒരു ഒറ്റ സിനിമയ്ക്ക് ചെയ്താണ്, ഇനി ഒരിക്കലും ഞാനിത് ചെയ്യില്ല, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ആ ഒരു രീതിക്ക് പോകരുത്, ബിക്കോസ് ഇറ്റ് ഇസ് ഡേഞ്ചറസ്, ഒട്ടും ഹെൽത്തി അല്ല. യു ഹാഡ് സം പ്രോബ്ലംസ് ഇത്രയും അങ്ങനെ ഭയങ്കര ഡയറ്റൊക്കെ ചെയ്ത് അതും കംപ്ലീറ്റ്ലി അൺഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ആ സമയത്ത് ഇതുപോലെ മൂഡ് സ്വിങ്സുകളും എസ്പെഷ്യലി മൂഡ് സ്വിങ്സുകളാണ്. ആ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. നമുക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. കാരണം വാട്ട്സ് ഇൻ യുവർ ഗട്ട് ഇറ്റ്സ് ഇൻ യുവർ മൈൻഡ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര നംനെസ്സോ വോയിഡിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു എനർജി ലോസ്, ഒരു എപ്പോഴും ഒരു ഫറ്റീഗ് ആയിട്ട് ഇരിക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരിക്കുക, അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എത്ര സമയം എടുത്തത് റിക്കവർ ആവാൻ? 5-6 മാസം കൊണ്ട്. ഈ സിനിമ കൊടുത്തപ്പോൾ റൊമാൻസ് ആണല്ലോ മുഴുവൻ. അപ്പൊ അത് കൊടുത്തപ്പോൾ പെട്ടെന്ന് നേരെയായി. അതാണ് ഞങ്ങള് വരുന്നതിന് തൊട്ട് പിന്നെ സാർ പറയുന്നത് എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് മെത്തേഡ് ആക്ടിങ് ആണല്ലോ. കഥാപാത്രത്തിലാണ് സാർ, ഇപ്പോഴും കഥാപാത്രത്തിലാണ്, മാറിയിട്ടില്ല. ഇപ്പോ ജയരാജ് സാറിനെ പോലെ ഒരാള്, ഒരു ഡയറക്ടർ, അതായത് അദ്ദേഹത്തിന്റെ ചോയ്സസ് നമ്മൾ ഒരുപാട് മലയാളികൾ പറയുന്നതാണ്. അതായത് നമ്മൾ കണ്ടിട്ടുള്ള ആക്ടേഴ്സിനെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പോ കളിയാട്ടത്തിലെ ലാൽ സാറ്, അതുപോലെ എന്താ പറയാ നമ്മുടെ IM വിജയൻ സാറ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇതുവരെ അവരെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ. അപ്പൊ അവിടെ നിന്നൊരു കോള് വരുന്നു ഒരു സിനിമയ്ക്ക്, അത് ലീഡായിട്ട്. അപ്പൊ എന്തായിരുന്നു പരിപാടി? ഇതാ ആള് ചെയ്ത സിനിമകളൊരു കുറെ ഞാൻ കണ്ട സിനിമകൾ ഫ്ലാഷ് ആയിട്ട് എൻ്റെ മുന്നിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പേര്. പിന്നെ ജയരാജ് സാറെ പറ്റി പറയുകയാണെങ്കിൽ, ആള് വേണമെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡിൽ ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ആളെ വരെ അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ജയരാജ് സാറിനെ പറ്റിയിട്ട്. കാരണം ഹി ക്യാൻ അത് ആളുടെ ഒരു റോ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാനും അതിനൊക്കെ ഉള്ളൊരു, അതുകൊണ്ടാണ് വൈസ് ഇവിടെ ഇരിക്കുന്നതും ഗ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതും. അതുകൊണ്ടാണ് ആദ്യം ശിഷ്യന്റെ കയ്യിൽ പിന്നെ ഗുരുവിന്റെ കയ്യിൽ അല്ലെ? ആദ്യം ശിഷ്യന്റെ കയ്യിൽ ബ്ലസ് സാറിന്റെ അടുത്ത്, പിന്നെ ഗുരുവിന്റെ അടുത്തേക്ക് പോയി. അവിടെ ബ്ലസ് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് ഗോകുലിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. ഞാൻ പോയി അഭിനയിക്കാൻ പറഞ്ഞു. അപ്പൊ അത് ഒട്ടും പറ്റുന്നില്ല. എന്താണ് ഇതിന് പ്രിപ്പറേഷൻ ഒന്നും വേണ്ടേ എന്നുള്ളതാണ് ഗോകുലിന്റെ സംശയം. രണ്ടും ടോട്ടലി ഡിഫറെന്റ് സ്കൂളാണ്. അപ്പൊ ഞാൻ ഗോകുൽ അറിയാതെ അങ്ങനെ ഗോകുലിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. എൻ്റെ ഒരു മെത്തേഡ് അതാണ്. ബ്ലസ് പക്ഷേ കുറെ കാലം ഇങ്ങനെ പട്ടിണിയൊക്കെ ഇട്ട് മര്യാദ പഠിപ്പിച്ചിട്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരുന്നു. കാരണം അവിടെ പോകുമ്പോ ഞാൻ ആകെ 2 സിനിമ സെറ്റിൽ പോയാലും, ഒന്ന് ബ്ലസ് സാറുടെ, ഒന്ന് ജയരാജ് സാറിന്റെ, 2 സ്കൂളാണല്ലോ. അപ്പോൾ ഇങ്ങനെയും ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, ഇങ്ങനെ ഞാൻ കൂടുതൽ ഇംപ്രവൈസേഷൻ ആണ്. കാരണം എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യും. അപ്പൊ ഗോകുലായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ വരാം, അവിടെ വന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് ഹൈ റേഞ്ച് വന്ന് താമസിക്കുന്നു, അവിടുത്തെ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ 2 ദിവസം മുമ്പാണ് ചെല്ലുന്നത്. അപ്പോഴേക്കും ഗോകുൽ അവിടുത്തെ സെറ്റായി കഴിഞ്ഞു. അവിടുത്തെ ചായക്കടയിലൊക്കെ പറ്റൊക്കെ തുടങ്ങി. അങ്ങനെയല്ല മൊത്തം അക്കൗണ്ട് വരെ ആക്കി. പക്ഷെ ബുക്കിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ പേര്, ചന്ദ്രൻ അതെ ഞാൻ എന്താ ഗോകുൽ എന്നുള്ള പേരിട്ടിരുന്നു. പക്ഷെ ചന്ദ്രൻ കഥാപാത്രത്തിന്റെ പേരാണ്. ചായക്കടയില് ഇത്ര ചായ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയി മാറുകയാണ്. ശരിയാണ്. ആഹാരം കൂടുതൽ കഴിക്കുമായിരുന്നു ആ സമയത്ത്. അത്യാവശ്യം അവിടെ ഒന്നും കിട്ടാനില്ലെന്നുള്ളു, പരിപ്പുടം ചായ മാത്രമേ ഉള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ സാറിന്റെ ചോയ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈ ഗോകുൽ, അതായത് ആകെ ഒരൊറ്റ സിനിമയെ ചെയ്തിട്ടില്ല, ചെയ്ത സിനിമ വാസ് ഓൾ വർത്ത് ഇറ്റ്. പക്ഷെ സ്റ്റിൽ ആളെയും കൂടി വിളിക്കുമ്പോൾ ഒരു കാരണം വേണമല്ലോ. എന്തായിരുന്നു അത്? ഒറ്റൊന്നാണ്. അതായത് അതിലെ ആടുജീവിതത്തിലെ കഥാപാത്രം അവൻ്റെ ഒരു എന്താണ് ജീവിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ഒരു വല്ലാത്തൊരു തേഴ്സ്റ്റ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആ മണ്ണ് വാരി തിന്നുന്നിടം വരെ നമ്മൾ അവൻ്റെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ മറ്റേ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ ലൈഫുമായിട്ട് അവൻ സർവൈവ് ചെയ്യുന്നുണ്ട്. ഇവൻ
അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒന്ന് പിന്നെ പ്രായം കൊണ്ടൊക്കെ ഭയങ്കര കുഞ്ഞാണല്ലോ, അപ്പൊ നമുക്ക് അവനൊരു അതിനോടുള്ളൊരു അപ്പോൾ അവൻ്റെ ഒരു ഇന്നസെൻസ് നമ്പർ 1 അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയും പ്രണയത്തിന് വേണ്ടി എന്താണ് എന്തും സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള അത്രയും ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് വേണ്ടത്. ഇപ്പം 70s പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതിനു വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നു, ഒളിച്ചോടി പോകാൻ നോക്കുന്നു. അങ്ങനെയുള്ളൊരു പയ്യൻ, അവൻ്റെ മനസ്സ് അതിന് കറക്റ്റായിരിക്കും ഗോകുൽ. അങ്ങനെ പടം കണ്ടതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു. അപ്പോഴേക്കും 4 സിനിമ ആയി കഴിഞ്ഞു കേട്ടോ. ഏതാണ്ടൊക്കെ അഡ്വാൻസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് അല്ല ശരിയാ. അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞു ഡേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോങ് മാർഗഴിയെ, ജാസിയുടെ കോൺട്രിബ്യൂഷനാണ്. ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങാണ്. അതാണ് ആ പടത്തിൻ്റെ ശരിക്കും സോൾ എന്ന് പറയുന്നത്. ആ മാർഗഴി എന്നുള്ള പാട്ടാണ്. കാരണം ഇവൻ എഴുതിയ കവിത പാട്ടായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതിലുള്ള ഇവൻ്റെ എക്സ്പ്രഷൻസ് ശരിക്കും എനിക്ക് 70s ഉള്ള നസീർ സാറിൻ്റെ കാലം അതാണ് ഓർമ്മ വന്നത്. അത്രയും റൊമാൻറ്റിക്കാണ് എക്സ്പ്രഷൻ വൈസ്. ശരിക്കും ആ സ്റ്റില്ല് കാണുമ്പോൾ തന്നെ അറിയാം. അത്രയും ഇന്നസെൻസ് ആൻഡ് റൊമാൻറ്റിക്. അതാണ് വിളിക്കാനുള്ള കാരണം. അത് തന്നെയാണ് ഇന്നും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ചു. അത് മാറിയിട്ടില്ല, കഥാപാത്രത്തിൽ നിന്ന് പോന്നിട്ടില്ല എന്നാണ് ആള് പറയുന്നത്. ഞാൻ പറഞ്ഞു അത് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. കാരണം ഈ അല്ലേ അത് മാത്രം ഇന്നസെൻസും റൊമാൻസും മാത്രമാകുമ്പോഴേ സൂക്ഷിച്ചോളാൻ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം കേട്ടോ. ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഇന്നസെൻസ് പ്ലസ് റൊമാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദിസ് കോമ്പിനേഷൻ. ഇപ്പൊ നമ്മള് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആളെ, മ്യൂസിക് ഡയറക്ടറിനെ, സിംഗറിനെ, നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഫേവറേറ്റ്സിലുണ്ടെങ്കിൽ അത് ഇറ്റ് ഇസ് സംതിങ് സ്പെഷ്യൽ ആ ആൽബം എന്ന് പറയുന്നത്. പക്ഷെ അന്ന് സാറ് വിളിക്കുന്ന സമയത്ത് ജാസി ഗിഫ്റ്റ് എന്നുള്ള ചോയ്സ് വരാനുള്ള കാരണം എന്താണ്? ഫോർ ദ പീപ്പിളിന്റെ ശബ്ദം, നത്തിങ് എൽസ്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് യാസിയുടെ ശബ്ദം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാസിയുടെ ശബ്ദം ആർക്കും അല്ലേ, ജാസി മെലഡി പാടിയത് ശരിയാവുമെന്നൊക്കെ സംശയിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അത്ഭുതമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാം ഈ ശബ്ദം യുണീക്കാണ്. ഇതിന് ഈ എന്താണ് ഈ പോളിഷ് ചെയ്യാത്ത റഫ്നെസ് ഉള്ള. അത് ഈ ഫോർ ദ പീപ്പിൾ ഇറങ്ങി ലജ്ജാവതി ഭയങ്കര ഹിറ്റായ സമയത്ത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ആണിന്റെ ശബ്ദം ഇത്രയും റോ ആയിട്ട് അൺപോളിഷ്ഡ് ആയിട്ട്. എനിക്ക് ബോബ് മാർലിയൊക്കെയാണ് ഈ ബഫല്ലോ സോൾജേഴ്സ് ഒക്കെ അങ്ങനെ ഒരു എവിടെയോ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ശബ്ദം. അതിൻ്റെ അരികുകളൊന്നും ഇങ്ങനെ ഭംഗിയാക്കിയിട്ടില്ല. പക്ഷെ ആ റോനെസ് ആണ്. ഓരോ ടച്ചസ് ജാസ് പാടുമ്പോൾ ഇപ്പം ഈ പിന്നെ അവസാനം ഒന്ന് പാടിക്കണം നമുക്ക്. അതിൻ്റെ മാർഗഴി ആ മാർഗഴി എന്നുള്ള പാട്ടിൻ്റെ ചില അരികുകളൊക്കെ നോക്കണം. ഭയങ്കര രസമായിരിക്കും അത്. അതുപോലെ ലജ്ജാവതിയും പിന്നെ അഴകാലിലെയും ജാസി പാടുന്ന ഒരിക്കൽ കേട്ടാൽ പിന്നെ വേറൊരാൾ പാടി നമുക്കത് ജാസ്റ്റേട്ടൻ ആക്ച്വലി പറഞ്ഞു ലജ്ജാവതി ആക്ച്വലി ആര് പാടിയാലും അത് ഹിറ്റ് ആവേണ്ട പാട്ടായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഏതെങ്കിലും ഒരു മലയാളി ആ പാട്ട് കേട്ടിട്ടുള്ള മലയാളി അത് ഹിറ്റ് ആവില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ജാസ്റ്റേട്ടന്റെ സൗണ്ട് പ്ലേസ് ഒരു മേജർ റോൾ അല്ലേ? ക്യാൻ യു ഇമാജിൻ? ഒരിക്കലും ഇല്ല. ഒരു മലയാളി ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ അവിടെ ആയിരുന്നു. ജാസി കാർത്തിക്കിനെ കൊണ്ട് പഠിക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയി. അല്ലല്ല ഈ പാട്ട് പാടിക്കാൻ മദ്രാസിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലപ്പുഴ ഷൂട്ട് ചെയ്യും ഈ പാട്ട്. അപ്പം ജാസിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പം അവിടെ വള്ളക്കാരും വലക്കാരും ഒക്കെ അവരൊക്കെ മൂളാൻ തുടങ്ങി. ഏതാ ഈ ശബ്ദം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇതാണ് ജാസിയെ പാടുള്ളൂ. ജാസി തിരിച്ചു വന്നപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് അല്ല, ഐ മീൻ ഷൂട്ടിങ് കഴിഞ്ഞു. ജാസി സാറേ ഞാൻ തന്നെ മതിയോ എന്നുള്ള സംശയത്തിലാണ് ജാസി. ഞാൻ പറഞ്ഞു ജാസി പാടുന്നത് മാത്രം പോരാ, അവസാനം ഒരു പ്രാവശ്യം കൂടെ ഈ പാട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പടത്തിൻ്റെ അവസാനം റിപ്പീറ്റ് ചെയ്തു. തിയേറ്റർ മുഴുവൻ ആൾക്കാർ ഡാൻസ് ചെയ്തു. പക്ഷെ അതൊരു വമ്പൻ സംഭവമായിരുന്നു. ഇപ്പൊ കുറെ പാട്ടുകളുണ്ട് സിനിമയിൽ, എല്ലാം ഒരുപോലെ ഹിറ്റാണ്. ലജ്ജാവതി മാത്രല്ല, ജാസ്റ്റേട്ടനോട് എനിക്കിപ്പോ ഏതാ ഫേവറേറ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. സാറിനോട് ചോദിച്ചാൽ വിച്ച് വാസ് യുവർ ഫേവറേറ്റ്? ഇപ്പൊ മാർഗഴിയാണ്. ഞാൻ പറഞ്ഞ ആ പ്ലേലിസ്റ്റ് സമയത്ത് അതിൻ്റെ അകത്ത് ഓഫ് കോഴ്സ് ലജ്ജാവതിയാണ്. അതൊരു എന്താണ് ഈ യുണീക്ക്, നമുക്ക് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് ആ പാട്ട്. മെലഡി മാത്രമല്ല, അതിൻ്റെ താളം മാത്രമല്ല, അതിൻ്റെ പാറ്റേണും അല്ല, ലിറിക്ക് എല്ലാം ഒന്നിച്ച് വരിക എന്ന് പറയില്ലേ, ശബ്ദവും കൂടെ ചേർന്ന് വരുമ്പം ഒരു അത്ഭുതം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് 20 കൊല്ലം കഴിഞ്ഞു അത്
എന്താണ് ഈ ഡാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് ഈ 90s കിഡ്സിന്റെ ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. ഡാൻസ് ചെയ്യാൻ അറിയാത്തവര് ഡാൻസ് ചെയ്തതും പാട്ട് പാടാൻ അറിയാത്തൊരു വാച്ച വാച്ച എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരുന്നതൊക്കെ ആ പാട്ടായതുകൊണ്ടും അത് ഈ ശബ്ദത്തിലായതുകൊണ്ടും മാത്രമാണ്. ഞാൻ ചേട്ടാ എനിക്കറിയാം ഒരു എക്സാഗ്രേഷൻ അല്ല, ഒരു ഇൻസിഡന്റ് പറയാം. ഞങ്ങള് ഫോർ ദ പീപ്പിളിന്റെ സന്തോഷം സെലിബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ബസ്സിൽ പോവാണ്, ഇങ്ങനെ കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേറ്റം അങ്ങനെ പോയി കോഴിക്കോടൊക്കെ ചെന്നപ്പം ബസ്സിൽ നിന്നൊന്നും ജാസിയെ പുറത്തിറക്കാൻ പറ്റില്ല. ഒട്ടും എക്സാഗ്രേഷൻ അല്ല, ജാസി ഇറക്കാൻ പറ്റില്ല, അത്രയും ആൾക്കാർ പൊതിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജാസിയുടെ കൂടെ ഓടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഔട്ട് മൊത്തം പുറത്തായി പോകും. അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴും അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ചുമട്ടുകാരും സാധാരണ മറ്റ് ജനങ്ങളും എല്ലാം ഈ ലിറിക്സാണ് പാടുന്നത്, ഇംഗ്ലീഷ് ലിറിക്സ്. അതാ ഞാൻ പറഞ്ഞ വാച്ച വാച്ച വാച്ചാണ് ദപ്പ് ദപ്പ്. ഇതൊക്കെ നമ്മള് നമ്മുടെ സ്വന്തം ലിറിസിസ്റ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഗായകർ ലിറിക്സ് ഒക്കെ ഞങ്ങൾ മാറ്റും, പക്ഷെ ഞങ്ങൾ പാടിയിട്ടുണ്ട്. ജാസേട്ടാ, ഞാൻ അതുപോലെ സാർ പറഞ്ഞ പോലെ കേട്ടൊരു കാര്യമുണ്ട്. ജാസേട്ടന് ആ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാണ്ട് ഈ ഡ്യൂപ്പുകളെ വെച്ചിട്ട് പാട്ട് പഠിപ്പിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു പെർഫോമൻസ്. ഈ ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് കുറെ നാൾക്ക് ശേഷം ഒരു സ്കിറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ലജ്ജാവതിയിലെ വള്ളം എന്ന് പറഞ്ഞ്. ലജ്ജാവതിയുടെ വള്ളം ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ട് ആ വള്ളം കംപ്ലൈന്റ് പറയുന്നതായിട്ട്. സ്വാഭാവികം, കാര്യം എല്ലാ സാർ അതിനകത്താണല്ലോ ഡാൻസ്. എനിക്കൊന്ന് ശ്രീകാന്ത് വെട്ടിയാറിന്റെ ആണെന്ന് തോന്നുന്നത്. അതെ അതെ. അപ്പം ലജ്ജാവതി ആ വള്ളം കംപ്ലൈന്റ് ചെയ്യുന്നതായിട്ട്. ഇത്രയും നേരം നമ്മൾ ലജ്ജാവതിയെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പൊ സാറിന്റെ പെർമിഷനോട് കൂടി രണ്ടുപേരും. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴ മുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനേ, മാനസക്കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. അത് കേൾക്കാൻ ഇങ്ങനെ നിൽക്കുന്നതാ, എന്നിട്ട് പാടുന്നില്ലെന്ന് പറഞ്ഞപ്പോ കൈയടിച്ചു. സത്യം, ഞാനത് പുറകെ വരുന്നു വിചാരിച്ചു. അതെ, പാടില്ല. ഞങ്ങൾ അങ്ങനെയാണ്, അത് അവിടെ കൊണ്ട് നിർത്തും. ഒരു ലൈവ് പെർഫോമൻസ് കാണാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് പാട് വച്ച വച്ച. ഇപ്പം തൃശ്ശൂർ പാടുകയല്ലേ ഇന്ന് എല്ലായിടത്തും. വച്ച വച്ച പാടാം, ലാസ്റ്റ് പാടാം അല്ലേ? ഇപ്പൊ പാടി. അയ്യോ, ലാസ്റ്റ് നമുക്ക് സിനിമയിലെ പാട്ട് പാടണ്ടേ? ശരി, ഓക്കെ. എന്നാ വച്ച Now watch on, watch us dup, Stella gonna dip and toss my lap. Oh my baby, just on my hand forever and ever. Every time I like to see my girl. Thank you.